ഹലോ, പതിവ് പോലെ നമ്മൾ വീണ്ടും പൂക്കളൊക്കെ പൊട്ടിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ചെണ്ടുമല്ലി ഇപ്പോഴും നമ്മളുടെ വീട്ടിൽ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നമ്മളുടെ നാടൻ ജറബറ എന്ന് വേണമെങ്കിൽ പറയാം, അതും ഒരുപാട് അങ്ങ് പൊക്കത്തായിട്ട് വിരിഞ്ഞ് നിൽപ്പുണ്ട്. നമ്മുടെ മാതാവിൻ്റെ മാസം അവസാനിക്കാൻ പോവാണ്. അതുപോലെ തന്നെ നവംബർ മാസം ആരംഭിക്കുകയാണ്. നവംബർ 2-ാം തീയതി നമ്മളിവിടെ മരിച്ചവരുടെ ദിവസമായിട്ട് കുർബാനയും പ്രാർത്ഥനകളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നവംബർ 2 സൺഡേ ആയതുകൊണ്ട് നവംബർ 1-ാം തീയതിയാണ് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി കുർബാന ചെല്ലുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാതും. അപ്പോൾ നമ്മൾ അവരുടെ ആ കല്ലറ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂക്കളെല്ലാം ഞാൻ ഈ പൊട്ടിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അമ്മ പറഞ്ഞു തന്ന ഒരു ചെറിയ കഥയിലൂടെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും വൈകിട്ട് ഒരു സമയം കണ്ടെത്തിയിട്ട് എല്ലാവരും കൂടെ ഒരുപാട് വർത്തമാനം പറയും കേട്ടോ, വീട്ടിലുള്ള എല്ലാവരും കൂടെ. അത് ഒരു പതിവാണ്. ഒന്നല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മുന്നേ, കൂടുതലും പ്രയറിന് മുന്നേ ആയിട്ടാണ് എല്ലാവരും വട്ടത്തിലിരുന്നിട്ട് ഒരു വർത്തമാനം പതിവാണ്. ഞങ്ങൾക്ക് ഒരുപാട് കസിൻസ് ഉണ്ട്. അതിലൊരു കസിൻസിൻ്റെ ഫാമിലിയിൽ അവരുടെ അച്ഛനും അമ്മയൊക്കെ അവരുടെ വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കാരണം അവർ മരണമടഞ്ഞു. അപ്പോൾ ആളുടെ വിഷമം ഇങ്ങനെ പങ്കുവയ്ക്കുകയാണ്. അവർ ജീവിച്ചിരുന്ന സമയത്ത് വാർദ്ധക്യപരമായിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിലും അവർ റൂമിലിരുന്നിട്ടോ അല്ലെങ്കിൽ ഹാളിലിരുന്നിട്ടോ ഒക്കെ കൊന്ത ചെല്ലുമായിരുന്നു. ഡെയിലി അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അത് മക്കൾക്ക് വേണ്ടിയാണ് അവർ കൂടുതലും പ്രാർത്ഥിക്കുമായിരുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്നതിൻ്റെ അനുഗ്രഹങ്ങളും ആ മക്കൾക്ക് ലഭിച്ചിരുന്നു. പക്ഷേ എന്താ പറയുക, മരണശേഷം എന്തോ അവർ ഇല്ലാതായപ്പോൾ അവരുടെ ആ ഒരു പ്രയറും പ്രസൻസും എല്ലാതും നഷ്ടമായപ്പോൾ ശരിക്കും അവരെ വല്ലാണ്ട് അങ്ങോട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് മുൻഗണന കൊടുത്തിരുന്നു എങ്കിൽ ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ അവരെ കണ്ടുകൊണ്ട് ഇറങ്ങുന്നു, അവരുടെ അനുഗ്രഹത്തോടു കൂടി ഇറങ്ങുന്നു. വൈകിട്ട് ജോലി കഴിഞ്ഞ് വരികയായാലും അവർ വീട്ടിലുണ്ട്, അവരെ കാണാനായിട്ട് പറ്റും. പക്ഷേ മരണശേഷം അവരുടെ ആ ഒരു മിസ്സിങ് അത് വല്ലാത്തൊരു വിഷമം തന്നെയാണെന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരാൾ പൊലിഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന ആ ഒരു വേദന ആർക്കും തന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം ഇതുപോലെ പ്രയറും മറ്റു പ്രാർത്ഥനാപരമായിട്ടുള്ള കുറച്ച് ചടങ്ങുകളൊക്കെയാണ്. അപ്പോൾ നമുക്കതൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവരെ സ്വർഗത്തിലോട്ട് ആനയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ അന്ന് അമ്മ പറഞ്ഞ ആ ഒരു കാര്യം അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസരം വന്നപ്പോൾ നിങ്ങളോടും കൂടി ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. അങ്ങനെ നമ്മൾ സെമിത്തേരിയിലോട്ട് കൊണ്ടുപോകാനുള്ള കല്ലറയിൽ വെക്കാനുള്ള പൂക്കളൊക്കെ പൊട്ടിച്ച് കവറിലാക്കി. അതിനുശേഷം പതിവ് പോലെ നമ്മൾ മാതാവിൻ്റെ അവിടുത്തെ പൂക്കളൊക്കെ വാടിയിരിപ്പായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കളെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മളുടെ ആ ഒരു ഓയാസിസ് നിറച്ചും പൂക്കൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലോട്ട് പോയിട്ട് വരാം. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.